ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അതുൽ. അപ്പോൾ സൗണ്ടൊന്നുമില്ല കേട്ടോ, ഒക്കെ പോയിക്കിന്. ഞങ്ങളിപ്പോൾ ഉള്ളത് ദൂദ്പത്രിയാണ്. അടിപൊളി സ്ഥലം കേട്ടോ ദൂദ്പത്രി. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാം. അപ്പോൾ എല്ലാവരെയും കാണിച്ചു. കുഞ്ഞാപ്പിത ഒരു ഉറക്കം ഉറങ്ങി എണീച്ചതാണവള്. കണ്ണേട്ടൻ, ഉണ്ണി, ലിജീഷേട്ടൻ, ചേച്ചി, മമ്മ. ഇതാണ് പ്ലേസ് കേട്ടോ. ചാർജ് ഉണ്ട് ഉണ്ടോ? അപ്പം ജോലി തുറന്നോ? കുഞ്ഞാപ്പി, ഗ്ലാസ് ഇളകി പോയടാ. കുഞ്ഞാപ്പി, പൈസ എടുക്കണം. അത് മേലോട്ടൊന്ന് പൊന്തിച്ച് വെച്ചോക്ക്, തലേൻ്റെ മുകളിലേക്ക്. കൊടുക്ക് കുഞ്ഞാപ്പി. ഇങ്ങോട്ട് നോക്കടാ. അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന പോസൊക്കെയാണ്. ഉണ്ടല്ലേ സിനിമയിലൊക്കെ അല്ലേ കുതിര എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന ഏറ്റുള്ളൂ. പാവുണ്ട് കേട്ടോ, അതിന് വയ്യായിട്ട് തന്നെ കിടക്കുന്ന. ഈ രണ്ട് പട്ടിക്കുട്ടികളെ കണ്ടോ? ഈ രണ്ട് പട്ടിക്കുട്ടികൾ ഒരു കുതിര പോകുന്ന നേരം ഇതിൽ നടന്ന്. അപ്പോൾ ആ കാണുന്ന പട്ടിക്കുട്ടീനെ ഒരു കുതിര ചവിട്ടി. രണ്ട് അത് മാറി മാറി. എന്നിട്ട് ഇപ്പോൾ അതിന് കാല് വയ്യ. അത് എന്നിട്ട് നടക്കാൻ പറ്റുന്നില്ല, നല്ലോണം കരഞ്ഞു. അപ്പോൾ കുതിരപ്പുറത്തുണ്ടായിരുന്ന ആൾ ഇതുപോലെ എന്തോ അയാളിവിടെ വന്നതാണ്. അയാളെയും കൊണ്ടുപോകുന്ന കുതിരയായിരുന്നു ചവിട്ടിയത്. അപ്പോൾ അയാളവിടെ ഇറങ്ങി അതിനെ പിടിച്ച് തലോടൊക്കെ ചെയ്തിട്ടോ. പാവം തോന്നുക. അതിനിപ്പോൾ നടക്കാൻ പറ്റുന്നില്ല.
ഇത് കുതിര സവാരിക്ക് വേണ്ടിയിട്ട് ഒരാൾ ഞങ്ങൾ വയ്യാലെ കൂടിയത്. കുതിരേൻ്റെ മുകളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നടന്ന് കാണാൻ ആണ് രസം. എൻ്റെ കുതിരപ്പുറത്ത് കയറാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. ഉണ്ണി വീഡിയോ യെസ്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന എൻ്റെ നാത്തൂൻ, എൻ്റെ മമ്മ. ചേട്ടാ അങ്ങോട്ടേക്ക് ഫോട്ടോ എടുത്താരല്ല. അതെൻ്റെ കെട്ടിയോൻ, എൻ്റെ കുട്ടി ഉണ്ണി. കണ്ണ അമ്മ കൊടയും കയ്യിൽ വെച്ച് നടക്കുന്ന നാത്തൂൻ. സ്വന്തം സെൽഫി എടുക്കുന്നേ. അയ്യോ അയ്യോ, അച്ഛൻ നടക്കും പോലെ. കേട്ടോ ചെമ്മരിയാടൻ്റെ രോമം കട്ട് ചെയ്യുന്നതാണിത് കേട്ടോ. നമ്മുടെ കത്രിക പോലത്തെ എന്തോ ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ് വലുത് മുറിച്ചെടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ പഞ്ഞി പോലല്ലേ കടക്കയിലൊക്കെ. അത് പഞ്ഞിയല്ല, ആടിന്റെ രോമാ. ഉടുപ്പുകളൊക്കെ ആണ്. നമ്മളെ ബെഡ് നിറയ്ക്കുന്ന പഞ്ഞിയിൽ ഉന്നം പോലെയല്ലേ കാണാന്നാ ഞാൻ ചോദിച്ചത്. കണ്ടോ ഈശ്വര, ആ മോനെ നോക്ക് എന്ത് രസം വെളുത്തിട്ട്. എനിക്ക് ആ വേക്കിൽ നിൽക്കുന്ന ചെറുക്കനെ കണ്ടോ, ആ നല്ല നീളമുള്ള അവനെ കണ്ടിട്ട് എനിക്ക് എൻ്റെ അനിയനെ പോലെ തോന്നുന്നു. ഏകദേശം അതുപോലെ ഉണ്ട്. കുറച്ചും കൂടി മുഖം ഒന്ന് മെലിഞ്ഞ എൻ്റെ അനിയൻ തന്നെ. പിന്നെ മുടി ഉത്രത്ത് കൂടുതൽ സെയിം. എനിക്ക് അതേ ലുക്ക് തോന്നുന്നു എൻ്റെ അനിയനെ നോക്കുമ്പോൾ തന്നെ. ഫേസ് കട്ട്. ഇപ്പോൾ വലിയ രണ്ടാളും കുതിരപ്പുറത്ത് കയറാം എന്നുള്ള തീരുമാനം എടുത്തേക്കാണ്. പക്ഷെ ഞങ്ങൾ രണ്ടാക്കും ധൈര്യം. അയ്യോ കുതിര ബ്രേക്ക് പിടിക്കുക. അയ്യോ എനിക്ക് പേടിയാ. കുട്ടീനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്തിയിട്ട് അത് കരഞ്ഞ്. കണ്ണേട്ടൻ അതിൻ്റെ മോള് കയറി. ഉണ്ണി കയറുന്നില്ല. കണ്ണേട്ടൻ്റെ അപ്പുറം കയറിക്കോ. ഉണ്ണി പേടിച്ചിട്ട് കയറുന്നില്ല. ലിജിഷേട്ടാ ഫോട്ടോ. पहला स्पॉट उधर आएगा शाही पेंट, दूसरा स्पॉट आएगा कश्मीर, तीसरा पॉइंट आराम से लेके रिवर शादी इनके साथ में आएगा। कौन है इनके साथ फोटो वीडियो खींचूंगा। देखो ये हैंडल भी इसको यहां पे ഓലിതാ അപ്പോൾ പോവാണ്. ഉണ്ണി കയറിയില്ല കേട്ടോ. ഉണ്ണിക്ക് പേടിയായിട്ട്.
ഗൈസ് ഞങ്ങളെ കൂടെയുള്ള 2 എണ്ണം കുതിരപ്പുറത്ത് കയറി പോയത് കണ്ടില്ലേ? പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ്. ഇത്രയും നേരം ഞങ്ങളിതാ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുക. എപ്പോൾ വരുമെന്ന് പറഞ്ഞ് പോയതാ. അതാ വരുന്ന കണ്ടോ, അവിടെ 2 എണ്ണം വരുന്നത്. ആ 2 എണ്ണത്തിങ്ങളാണ് വരുന്നത്. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, റേഞ്ചും ഇല്ല. നിങ്ങൾ പറയണ്ട, ആകെ ഞങ്ങളെല്ലാം കൂടെ ഇടങ്ങേറായിപ്പോയിക്കുന്നു. ഒന്ന് എങ്ങനെയെങ്കിലും താഴത്തേക്ക് ഇട്ടിങ്ങനെ വെച്ചിട്ട്. ഞാൻ വരുമ്പം കാണിച്ചു തന്നില്ലേ ഈ ആട്ടിൻകുട്ടീനെ ഇതാക്കുന്ന, ആട്ടുകുട്ടീൻ്റെ തോല് വെട്ടുന്ന അത് ഇതാ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴും ചെമ്മരിയാടിൻ്റെ തോല് വെട്ടിക്കൊണ്ടേ നിൽക്കുകയാണ്. ഒലിന്നിട്ട് അതൊക്കെ കുഞ്ഞാപ്പിയുടെ കളിയിലാണ്. ഞങ്ങളൊക്കെ സൈഡായിക്കുന്നത്. ലിജീഷേട്ടൻ പോകുമ്പോൾ ഒന്നിനെ കൊച്ചിക്ക് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു. ആരെ പിടിച്ചില്ലാന്ന്? ഓ കണ്ണട വെക്കണോ? അത് മറന്നു പോരുത്. ലിജിഷേട്ടാ ഒന്ന് ഫോട്ടോ എടുത്തിർക്കോ. ലിജിഷേട്ടാ ആടെ ലിജിഷേട്ടാ അമ്മേ കണ്ണേട്ട വിലക്ക് ടൈമില്ല ഒരു ഫോട്ടോ. ഇത് ഞങ്ങൾ വരുന്ന സമയത്ത് താഴത്തുനിന്നേ ഈ കുതിരക്കാർ വൈകാണ് കേട്ടോ. ഇതല്ല വേറെ ആൾക്കാരാണ്. അവർ ഞങ്ങളോട് പറഞ്ഞത് 1 മണിക്കൂറത്തേക്ക് 1650 എന്നപ്പം 1650 പറഞ്ഞ് ഞങ്ങൾ വേണ്ട പറഞ്ഞത് ഒരാൾക്കുള്ളത്. കാരണം ഞങ്ങൾ 3 പെണ്ണുങ്ങളും കയറൂല, പേടിയാണ്, എനിക്കും പേടിയാണ്. എന്നിട്ട് എനിക്ക് പേടി. അങ്ങനെ കണ്ണേട്ടന് പോലും ലീഷേട്ടനും കയറുന്നില്ല എന്നാണ്. അവസാനം അത് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് വയ്യേക്ക് ഒരു ഏട്ടൻ വന്ന് ആ ഏട്ടൻ കുറച്ച് മേലോട്ട് കയറിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു 300 രൂപ മതി ഒരാൾക്ക് എന്നാണ്. അങ്ങനെ 1 മണിക്കൂറത്തെ 300 രൂപ പറഞ്ഞിട്ട് വില കയറി കേട്ടോ. ഇത് നല്ല പറ്റിപ്പ്. നമ്മളിങ്ങനെ കയറി പോകുന്നതിനനുസരിച്ച് വില വയ്യേക്ക് വരും. വയ്യേക്ക് വന്നാൽ റേറ്റ് ഒരു കുറച്ച് വരും. നമ്മൾ താഴേന്നേയും ഒരു പറയുന്ന റേറ്റിൽ ആരും കയറാൻ നിൽക്കരുത് കേട്ടോ. കാരണം ആ റേറ്റ് പറയുന്നതൊന്നുമല്ല ഒറിജിനൽ റേറ്റ്. നമ്മൾ കയറി വരുന്നതിനനുസരിച്ച് നമുക്ക് ഒരു പൈസ കുറച്ച് പറയും. അപ്പം മാക്സിമം ദൂതുപത്ര വരുന്നതിലുള്ള മേലോട്ടേക്ക് കയറുന്നതിനനുസരിച്ച് പുറകിൽ വരും. അപ്പോൾ ഓല് റേറ്റ് കുറയ്ക്കും. ഞങ്ങൾക്ക് 1650 ഒരാൾക്ക് പറഞ്ഞതാണ്, പിന്നെ അത് 300 രൂപയാക്കിയത്. അപ്പോൾ നോക്കണം, അത്രയും കുറച്ച്. അതുകൊണ്ട് മേലേക്ക് മാക്സിമം കയറി വരിക. കുതിരൻ്റെ മുകളിൽ ഇരുന്നിട്ടല്ലേ ആ ഗേറ്റില്ലേ, ആ ഗേറ്റിൽ നമ്മൾ ഒരു ടോള് കൊടുക്കൂലേ, പൈസ ടോള് കൊടുത്ത് നമുക്ക് വണ്ടി ഇതാ അകത്തേക്ക് കയറ്റി വിടും. ആ കയറ്റി വിട്ട് ഡയറക്റ്റ് ഇവിടെ ഒരു റിവറാണ് കാണാനുള്ളത്. ഈ റോഡ് കണ്ടോ, ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ ഡ്രൈവർമാരും നല്ലതല്ലെങ്കിൽ പണി കയറ്റും. ഞങ്ങൾ ഡ്രൈവർ നോക്കിന് കേട്ടോ കയറാൻ വേണ്ടി. പക്ഷേങ്കിൽ താഴത്തെ ഈ കുതിരേൻ്റെ ഒക്കെ ആൾക്കാരില്ലേ, കുതിരേൻ്റെയും പിന്നെ ഒരു ബൈക്ക് റൈഡൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ആൾക്കാർ അവിടെ സമ്മതിച്ചില്ല. അവർ അവിടെ നിർത്തണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവിടെ നിർത്തിയതാണ് ഞങ്ങൾ കാറ്. അങ്ങനെയാണ് ഞങ്ങൾ മേലോട്ടേക്ക് നടന്ന് വന്നത്. അപ്പോൾ ഈ കാറുണ്ട്, ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ഇവർക്ക് നേരെ പോയി അവിടെ ഒരു റിവറുണ്ട്, അവിടെ പോയി ഇരിക്കാം. നല്ല ഇവിടെ മെയിനായിട്ട് കാണാനുള്ള റിവറേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വലിയ കുതിരേമ പോയപ്പോൾ ഡയറക്റ്റ് പോയത് ആ റിവറിലേക്കാണ്. കാണാൻ രസമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 ആളും പോയിട്ടില്ല. ഞങ്ങൾക്കൊണ്ട് നടക്കാനാവുന്നില്ല പറഞ്ഞ് ഞങ്ങൾ 3 ആളും പോയില്ല. ഉണ്ണിയോടാവുന്നത് വിളിച്ചതാണ് കുതിരപ്പുറത്ത് കയറാൻ. ഉണ്ണിക്ക് പേടിയാന്ന് പറഞ്ഞു, ഓനും കയറിയില്ല. അപ്പം ഞങ്ങൾ ഏതായാലും ഇനി താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളോട് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ്. പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ നല്ല തണുപ്പാണ്. പിന്നെ ഒരു മഴേൻ്റെ ഒരു ലക്ഷണങ്ങളും ഉണ്ട്, ഇടി വെട്ടിയൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ പോകുന്ന വഴിക്ക് മഴ കിട്ടുമെന്നുള്ളത് അറിയില്ല. ഇങ്ങനെ പോവാം. ഇതുണ്ടോ ബുദ്ധിമാന്മാരാ, കുതിരയ്ക്ക് ഫുഡ് കൊടുക്കണ്ടോ, വേസ്റ്റായി പോകുന്നതിന് സഞ്ചി അത് ഫേസിനോട് കെട്ടിയിട്ടിട്ടോ കൊടുത്തത്. പിന്നെ ഇവിടെ അങ്ങനെ ചെറിയ പീടികകളൊക്കെ ഉണ്ട്. ഞങ്ങളെന്നാലും ഈ കാണുന്ന വീടുകളൊക്കെ കണ്ടോ, ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെയുള്ള ആട്ടിടയന്മാരെ വീടുകളാട്ടോ. കുറേ ചെമ്മരിയാടിനെയൊക്കെ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഓല വീടുകളാണിത്. നല്ല രസമുണ്ടല്ലേ. നമ്മൾ കളിമണ്ണ് പോലത്തെ എന്തിനെ കൊണ്ടോ തേച്ച് പിടിപ്പിച്ചോണല്ലേ ചുമരൊക്കെ. ആ നമ്മൾ വാർക്കും പോലെ മണ്ണുകൊണ്ടുള്ള വാർപ്പ് അല്ലേ. ഓക്കെ, ഇതാണ് കേട്ടോ ഐറ്റങ്ങളെ വീടാണിത്. വീടിൻ്റെ മുകളിൽ കോണി വെച്ചൊക്കെ അതുപോലക്ക് എന്തെങ്കിലും ഉണക്കാനിടാലോ.
അമ്മയോട് ആരാ ഞാൻ പറഞ്ഞ പൂക്കിയ കുതിരയുടെ പേടിയാ. അങ്ങനെതാ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. ഞങ്ങളിനി താഴെ ഉണ്ട് കുറേ നല്ല സ്ഥലങ്ങൾ, ഇനി അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ വണ്ടികളുണ്ട്, അത് ഈ വണ്ടികൾ കേട്ടോ. ഇതിൻ്റെ മുകളിൽ റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒന്നാണ് നമ്മളെ കുതിര. പിന്നെ ഞങ്ങൾ ഇപ്പോൾ അതാ ഞങ്ങളെ വണ്ടി, ഞങ്ങൾ താഴോട്ടേക്ക് പോവുകയാണ്, ഇറങ്ങാൻ പോവാണ്. എന്താ അറിയില്ല, ഞങ്ങൾ വരുന്നിടത്ത് ഭയങ്കര ഐശ്വര്യമാണ്. മഴ പെയ്യാൻ പോകുന്നുണ്ട്, ഇടി മിന്നൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം മഴ പെയ്യും. ഞങ്ങൾ മഴേൻ്റെ മുന്നേ മഴ പെയ്ത്. ക്ലോസ്. ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ. ആ കാണുന്ന ഗ്രീൻ കളർ ഇത് കണ്ടില്ലേ, അത് അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നേരത്തെ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ കയറി വന്നപ്പോൾ അവിടെ കുതിരകളെ കൊണ്ടുവന്നപ്പോൾ നിർത്തി. ഞങ്ങൾ വേറെ താഴോട്ടേക്ക് ഇറങ്ങിട്ടോ. താഴ്ചതാ ഇങ്ങനെ ഇവിടെ കുറച്ച് പെണ്ണുങ്ങളാട്ടോ. ഇവരിങ്ങനെ നമുക്ക് പറയുമ്പോൾ എന്താ വെച്ചാൽ ഉണ്ടാക്കി തരും. ഇവലെ സെറ്റപ്പാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങളിതാ അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. കുറച്ച് ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നെങ്കിൽ പിന്നെ വില എടുത്ത് വാങ്ങാൻ വിചാരിച്ച്. ഗൈസ് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല മഴയാണ്, മൈക്കിൻ്റെ കയ്യിലില്ല. ഇതാ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ മഴേനെ കൂട്ടത്തിൽ വീഴുന്ന ഐസാണ് ആ വീഴുന്നത് കേട്ടോ. ഫുൾ ഐസാ മഴ കണ്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ച ആലിപ്പഴാണെന്ന്, പക്ഷെ ഐസാണ് വീഴുന്നത്. അടിപൊളി. കണ്ടോ, കാണുന്നുണ്ടോ ഒരു വെള്ള മുത്തുമുത്ത് പോലുള്ളത്? ഇവിടെ ആയിട്ടാൽ ഒന്ന് കയ്യിലെടുക്കൊണ്ടേ. ഐസാണ്, ഐസ്. ഇത് ഐസ് തന്നെ, ആലിപ്പഴൊന്നുമല്ല. ആഹാ, മഴ, ഐസ് മഴ, അടിപൊളി. നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു. നല്ല തണുപ്പ്. അതാ ഞങ്ങൾ ഇതുപോലെ ഒരു സാധനത്തിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിനി കാറിലേക്ക് പോകണം. ഞങ്ങൾ കാറ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്, കാണാതെ ഞാൻ. അപ്പോൾ അതാ ഞങ്ങൾ ദോതുപത്രയൊക്കെ പോയി തിരിച്ചത് അവിടെ എത്തിയിട്ടോ. അമ്മ ലിജി ചേട്ടനും ചേച്ചി മുന്നിൽ നടക്കുന്നുണ്ട്. ഉണ്ണിയും കണ്ണേട്ടനും ഇപ്പോൾ വരും. കണ്ണേട്ടൻ അവിടെ ഒരാളോട് സംസാരിക്കുകയാണ്. അപ്പോൾ രണ്ടാളും കൂടി ഇപ്പോൾ വരും. അപ്പം കുറേ അപ്പായല്ലേ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ മൊത്തം ഒപ്പം എന്നല്ലേ, എന്താണെന്നറിയില്ല. അത് പിന്നെയും പറഞ്ഞു. ഓക്കെ, അന്നേരം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.